അങ്ങനെ ഇലക്ട്രിക്കൽ എനർജി കഴിഞ്ഞു. ഇനി എന്താണ് ഇലക്ട്രിക്കൽ പവർ എന്ന് നോക്കാം. പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇക്വേഷൻ നമ്മൾ മുൻപേ പഠിച്ചു വെച്ചിട്ടുണ്ടായിരിക്കും ഒരു പക്ഷേ. പവർ പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ ടി. പവർ ഈസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ഡൂയിങ് വർക്ക് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ എന്താണ് ഇലക്ട്രിക്കൽ പവർ എന്ന് ഡിസ്കസ് ചെയ്യുന്നു. ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജി ഡിവൈഡഡ് ബൈ ടൈമാണ്. ഇവിടെ നമ്മൾ വർക്ക് ഡിവൈഡഡ് ബൈ ടി എഴുതി. വർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മെക്കാനിക്സുമായി ബന്ധപ്പെട്ടതാണ്. ഇവിടെയുള്ള പവർ ഒരു പക്ഷേ മെക്കാനിക്കൽ പവർ ആയിരിക്കും. നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് എന്ത് ടൈപ്പ് പവറാണ്? ഇലക്ട്രിക്കൽ പവറാണ്. നമുക്ക് വേണമെങ്കിൽ വർക്ക് ഡണ്ണിനെ എനർജിയുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഞാൻ വർക്ക് ഡൺ മാറ്റി എനർജി എന്ന് എഴുതിയെന്നേ ഉള്ളൂ. പി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ബൈ ടിക്ക് പകരം പി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ടി എഴുതുന്നു. അതിൽ ഇ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എനർജിയാണ്, ടി എന്ന് പറയുന്നത് ടൈമാണ്, പി എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ പവറുമാണ്. ഇനി എന്താണ് ഇലക്ട്രിക്കൽ പവറിൻ്റെ ഡെഫിനിഷൻ? നമ്മുടെ കയ്യിൽ ഒരു ഡിവൈസ് ഉണ്ടെങ്കിൽ ആ ഡിവൈസ് വർക്ക് ചെയ്യുന്നതിനായി നമ്മൾ എന്ത് കൊടുക്കണം? ഇലക്ട്രിക്കൽ എനർജി കൊടുക്കണം. ആ ഒരു ഡിവൈസ് എത്രത്തോളം എനർജി, എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടോ, ഒരു സെക്കൻഡിൽ ആ ഡിവൈസ് വർക്ക് ചെയ്യുന്നതിനായി എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ടോ അതിൻ്റെ റേറ്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക്കൽ പവർ. ഇറ്റ് ഈസ് എ റേറ്റ് ഓഫ് കൺസപ്ഷൻ ഓഫ് എനർജി ബൈ എ ഡിവൈസ്. ആ ഡിവൈസിൻ്റെ ഇലക്ട്രിക്കൽ പവർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ആ ഇലക്ട്രിക്കൽ ഡിവൈസ് എത്രത്തോളം ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ എമൗണ്ടാണ്. പി ഈസ് ഈക്വൽ ടു ഇ ഡിവൈഡഡ് ബൈ ടി. ഇനി ഇത് തന്നെയാണ് നമ്മുടെ ഡിവൈസ് എങ്കിൽ ഈ ഒരു റെസിസ്റ്റർ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കും? ഒരു പക്ഷേ ആ റെസിസ്റ്റർ ഹീറ്റ് പുറത്തേക്ക് വിടുന്നുണ്ടായിരിക്കും. ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് എനർജി പുറത്തേക്ക് കളയുന്നുണ്ടായിരിക്കും. അതായത് ഇവിടെ നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ എനർജി റെസിസ്റ്റർ ഒരല്പം ഹീറ്റ് എനർജി ആയിട്ട് പുറത്തേക്ക് വിടുന്നു. അപ്പോൾ ഇവിടെ ശരിക്കും റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റെസിസ്റ്റർ എന്ത് ചെയ്യുകയാണ്? പുറത്തേക്ക് എനർജി വിടുകയാണ്. ചില ഡിവൈസുകൾ എന്ത് ചെയ്യും? അത് വർക്ക് ചെയ്യുന്നതിന് ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്യും. ആ കൺസ്യൂം ചെയ്യുന്നതിൻ്റെ റേറ്റിന് വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക്കൽ പവർ ഓഫ് ദാറ്റ് ഡിവൈസ്. ഇനി ഇലക്ട്രിക്കൽ പവറിനുള്ള മറ്റു ഇക്വേഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് പവർ ഈസ് ഈക്വൽ ടു, ഇവിടെ ഡബ്ല്യു എന്ന് പറയുന്ന വർക്ക് ഡണ്ണിന് പകരം നമുക്ക് ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെടുത്തി പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഇൻറ്റു ക്യൂ എന്ന് എഴുതാം. നമുക്കറിയാം പൊട്ടൻഷ്യൽ ഡിഫറൻസ് വി ഈസ് ഈക്വൽ ടു ഡബ്ല്യു ഡിവൈഡഡ് ബൈ ക്യൂ ആണ്. ഇതിൽ നിന്ന് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ എന്ന് എഴുതാം. വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്, ക്യൂ എന്ന് പറയുന്നത് ചാർജുമാണ്. രണ്ട് ക്വാണ്ടിറ്റീസും ഇലക്ട്രിസിറ്റിയുമായി ബന്ധമുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ മെക്കാനിക്സിൽ നിന്ന് മാറി നമ്മൾ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുന്നു. പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ക്യൂ ഡിവൈഡ് ബൈ ടി. ഇതിൽ ഈ ക്യൂ ഡിവൈഡ് ബൈ ടി എന്താണ്? ഇത് കറൻറ്റാണ്. അങ്ങനെയെങ്കിൽ പി ഈസ് ഈക്വൽ ടു വി ക്യൂ ബൈ ടി നമുക്ക് എന്ത് എഴുതാം? പി ഈസ് ഈക്വൽ ടു വി ഐ എന്ന് എഴുതാനായി സാധിക്കും. അത് ഇക്വേഷൻ താഴേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ പവർ പി ഈസ് ഈക്വൽ ടു വി ഇൻറ്റു ഐ. ഇനി വി എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. ഓംസ് ലോ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ വി എ ഐ ഇൻറ്റു ആർ എന്ന് എഴുതാം. വി ഞാൻ റീപ്ലേസ് ചെയ്ത് ഐ ആർ എന്ന് എഴുതിയിരിക്കുന്നു. പി ഈസ് ഈക്വൽ ടു ഐ ആർ ഇൻറ്റു ഐ വിച്ച് ഈസ് ഐ സ്ക്വയർ ആർ. സോ പവർ ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അത് ഞാൻ വീണ്ടും ലെഫ്റ്റിലേക്ക് എടുത്ത് എഴുതിയിരിക്കുന്നു. പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ. അതേ ഓംസ് ലോ തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ഐ എന്ന് പറയുന്ന ടേമിനെ വി ബൈ ആർ എന്ന് എഴുതാനായി സാധിക്കും. ഐ സ്ക്വയർ എന്തായിരിക്കും? വി സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഇൻറ്റു ആർ. ഇതിൽ ന്യൂമറേറ്ററിൽ കിടക്കുന്ന റെസിസ്റ്റൻസിൻ്റെ ടേമും ഡിനോമിനേറ്ററിലത്തെ ഒരു റെസിസ്റ്റൻസും ക്യാൻസൽ ചെയ്തു പോകും. ബാക്കി നമുക്ക് ലഭിക്കുക പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ആണ്. അതായത് ഇലക്ട്രിക്കൽ പവറിന് നമുക്ക് 3 ഇക്വേഷൻസ് ഉണ്ടാക്കാം. പി ഈസ് ഈക്വൽ ടു വി ഐ ഒന്നാമത്തെ ഇക്വേഷൻ, പി ഈസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ രണ്ടാമത്തെ ഇക്വേഷൻ, പി ഈസ് ഈക്വൽ ടു വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ അതാണ് മൂന്നാമത്തെ ഇക്വേഷൻ.